ലോകത്തിലെ ഏറ്റവും വലിയ ടുലിപ്സ് ഗാർഡനാണ് ആംസ്റ്റർഡാമിലുള്ളത്. നെതർലൻഡിന്റെ തലസ്ഥാനമാണ് ആംസ്റ്റർഡാം. വെറും 8 ആഴ്ച കാലം മാത്രമാണ് ഈ ഒരു ടുലിപ്സ് ഗാർഡൻ ഇവിടെ ഓപ്പൺ ആയിട്ടുള്ളൂ. ഇപ്പൊ നമുക്കിവിടെ കാണാം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആയിരക്കണക്കിന് പേരാണ് ഇപ്പൊ ഈ ടുലിപ്സ് ഗാർഡൻ വിസിറ്റ് ചെയ്യുന്നതിന് ഇവിടെ വന്നിട്ടുള്ളത്. ഇപ്പൊ ഇവിടെ നമുക്ക് കാണാം ഇതൊരു എൻട്രൻസ് ആണ്. ഇപ്പൊ സമയം ഏകദേശം ഉച്ചയോടെ അടുത്തിരിക്കുന്നു. ഇപ്പം എല്ലായിടത്തും ഇതുപോലെ നിറയെ ജനങ്ങളാണ് ഈ ഗാർഡൻ കാണുന്നതിന് വേണ്ടി. അതിമനോഹരമായ ഫ്ലവേഴ്സാണ് എല്ലായിടത്തും ഉള്ളത്. ടുലിപ്സ് മാത്രമല്ല മറ്റ് പൂക്കളും ഇവിടെ ധാരാളമായിട്ടുണ്ട്. ഇപ്പം നല്ല ക്ലൈമറ്റാണ്. ചൂടുള്ള ക്ലൈമറ്റ് ആയപ്പോഴേക്കും തിരക്കും അതിനനുസരിച്ച് വർദ്ധിച്ചു. ഇത് പ്രധാന സിറ്റിയിൽ നിന്ന് ഏകദേശം ഒരു മണിക്കൂറോളം യാത്ര ചെയ്താലാണ് നമ്മളിവിടെ എത്താൻ പറ്റുക. ആംസ്റ്റർഡാമിലെ പ്രധാന സിറ്റിയിൽ നിന്ന് ഇപ്പോൾ നമ്മളിവിടെ എത്തി. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഇത് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. ഇതിവിടുത്തെ കൗൺസിലാണ് ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. 8 ആഴ്ചക്കാലം മാത്രം നിൽക്കുന്ന ഈ ഒരു ഗാർഡനാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു കുറഞ്ഞ സമയത്തിനുള്ളിൽ ഇവിടെ വന്ന് ഈ പൂക്കൾ കാണുന്നതിന് വേണ്ടിയാണ് ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് ധാരാളം സഞ്ചാരികൾ ഇവിടെ എത്തിയിരിക്കുന്നത്. ഇതേപോലെ വളരെ വ്യത്യസ്തമായി നമുക്ക് ജസ്റ്റ് പൂക്കൾ നട്ടിരിക്കുന്നത് കാണുന്നതിന് പകരം അത് വളരെ മനോഹരമായി അറേഞ്ച് ചെയ്തിരിക്കുന്നതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. 800-ലധികം വ്യത്യസ്ത ടുലിപ്സ് പൂക്കളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒരു ദിവസം മുഴുവനും കണ്ടാൽ തീരാത്ത അത്രയും പൂക്കളാണ് ഇവിടെയുള്ളത്. ടുലിപ്സ് പൂക്കളുടെ ഒരു പ്രത്യേകത, ഇത് നമ്മൾ പൊതുവെയുള്ള പാടത്ത് ഇപ്പം നിറയെ വെയിൽ മാത്രമുള്ള പാടത്ത് നട്ടു കഴിഞ്ഞാൽ അത് അത്ര ബ്യൂട്ടിഫുൾ ആയിരിക്കില്ല. അതിന് ഷെയ്ഡ് ആവശ്യമുണ്ട്. അതുകൊണ്ട് മരങ്ങൾക്കിടയിലാണ് ടുലിപ്സ് പ്രധാനമായിട്ട് നട്ടിരിക്കുന്നത്. നന്നായിട്ട് നല്ല കളർഫുൾ ആയിട്ടുള്ള ഫ്ലവേഴ്സ് ഉണ്ടാകണമെങ്കിൽ ഇതേപോലുള്ള ഷെയ്ഡിൽ നട്ടാൽ മാത്രമേ പറ്റുള്ളൂ. നമ്മുടെ നാട്ടിലൊക്കെ ഏലമൊക്കെ കൃഷി ചെയ്യുന്ന രീതിയിലാണ് ഇപ്പോൾ ഇത് നട്ടിരിക്കുന്ന. മരത്തിൻ്റെ ചുവട്ടിലായി ഇപ്പോൾ പുൽത്തകിടിയും അതോടൊപ്പം തന്നെ ഈ പല കളറിലുള്ള ടുലിപ്സ് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നു. ഇപ്പോൾ ഓരോ സെക്ഷനിലും വ്യത്യസ്തമായ രീതിയിലാണ് ഇത് ഒരുക്കിയിട്ടുള്ളത്. നമ്മളിപ്പോൾ ഒരു ഗാർഡൻ നമ്മൾ കാണാൻ വരുമ്പോൾ സെയിം ടുലിപ്സ് തന്നെ കൂടുതൽ നടുന്നതിന് പകരം അത് ഏറ്റവും മനോഹരമായി പലതായി മിക്സ് ചെയ്തുകൊണ്ട് മറ്റു പല പൂക്കളുമായി മിക്സ് ചെയ്തുകൊണ്ടൊക്കെയാണ് ഈ ഒരു ഫീൽഡ് ഇവിടെ ഒരുക്കിയിട്ടുള്ളതും. നമുക്കിവിടെ കാണാം ഇപ്പോൾ അത് ടുലിപ്സ് അല്ല വേറെ പൂക്കളാണെന്നുള്ളത്. അപ്പോൾ അതിനിടയിലായിട്ട് ടുലിപ്സിൻ്റെ മറ്റു പല കളറിലുള്ള ടുലിപ്സ് കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് കാണാൻ പറ്റുന്നത് വളരെ മനോഹരമായൊരു ദൃശ്യമാണ്. അതോടൊപ്പം തന്നെ പുൽത്തകിടിയാണെങ്കിലും അതെല്ലാം വെട്ടി വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെയാണ് അതും അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അനേക വർഷങ്ങളായി ലോകത്തിലെ ഏറ്റവും വലിയ ടുലിപ്സ് ഗാർഡനാണിത്. 3 മാസത്തിനുള്ളിൽ 7 മില്യൺ ടുലിപ്സ് ചെടികളാണ് ഇവർ നടന്നത്. 1, 2, 10 ഏക്കർ സ്ഥലത്തല്ല 80 ഏക്കർ സ്ഥലം നിറയെയാണ് ഇത്തരം ധാരാളം പൂക്കളുള്ളത്. രാജ്യത്തെ പ്രധാന അട്രാക്ഷൻ ആയതുകൊണ്ട് തന്നെ 100 കണക്കിന് പേരാണ് ഇതിനായി ജോലി ചെയ്യുന്നത്. ഡസൻസ് ഓഫ് ഡിസൈൻസ് ആണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളതും. വെറും 8 ആഴ്ച കാലത്തേക്ക് മാത്രം ഇത്ര വലിയ വർക്കാണ് ഇവർ ചെയ്തിട്ടുള്ളതും. ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും ഈ ഒരു ചുരുങ്ങിയ സമയത്തിനുള്ളിൽ എത്തുന്നവർക്ക് കാഴ്ചയുടെ നല്ലൊരു അനുഭവം നൽകുക തന്നെയാണ് ഏറ്റവും പ്രധാന ലക്ഷ്യം. അറ്റ്മോസ്ഫിയർ അതൊക്കെ കാണുമ്പോൾ ഇന്ത്യയായിട്ട് ഒട്ടും കമ്പയർ ചെയ്യാൻ പറ്റില്ല. വെരി നൈസ് ക്ലൈമറ്റ് ആൻഡ് സീനറീസ്. വെരി ഗുഡ്. എവിടെ നിന്നാണ് നിങ്ങൾ വരുന്നത്? എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? ഇവിടെ വന്ന് അടിപൊളി. നാട്ടിൽ ഇതുപോലെ ഇഷ്ടപ്പെട്ടല്ലേ? നാട്ടിൽ ഇതുപോലെ പൂക്കളൊന്നും ഇല്ലല്ലോ നമുക്ക്. അപ്പൊ നിങ്ങൾ എത്ര പേരെ ഇപ്പൊ വന്നത് ശരിക്കും ഇങ്ങോട്ട്? ബസ്സിൽ 46 പേരുണ്ട്. ഒരു 10-15 പേര് മലയാളീസ്. അപ്പൊ ഇനി എത്ര ദിവസം ഉണ്ടാവും നിങ്ങൾ ഇവിടെ? കൊള്ളാം. വളരെ സന്തോഷം കേട്ടതിലെ. ലോകപ്രശസ്തമായ ഗാർഡൻ ആയതുകൊണ്ട് തന്നെ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള ധാരാളം പേരെ ഇവിടെ കാണാൻ കഴിഞ്ഞു. മലയാളികളെയും കണ്ടതിൽ വളരെയധികം സന്തോഷം. മറ്റു രാജ്യക്കാരാണ് ഏറ്റവും കൂടുതൽ. ഇന്ത്യയിൽ നിന്നുള്ളവർ വളരെ കുറവായിരുന്നു. വളരെ ചുരുക്കം പേരെ മാത്രമേ ഇന്ത്യയിൽ നിന്ന് കണ്ടുള്ളൂ. ആയിരക്കണക്കിന് പേര് ഈ ഗാർഡനിലുണ്ട്. ഇത്ര വലിയ ഗാർഡനാണ്. ഇത്ര വിശാലമായ ഏരിയ ആയതുകൊണ്ട് തന്നെ എത്ര പേർക്ക് വേണമെങ്കിലും ഇവിടെ യാതൊരു തിരക്കുമില്ലാതെ ടുലിപ്സ് ഗാർഡൻ എല്ലാം വിസിറ്റ് ചെയ്യാനുള്ള സൗകര്യം കൂടിയാണ് ഇവിടെ വരുമ്പോൾ ലഭിക്കുക. യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം സേഫ് ആയിട്ടുള്ള കൺട്രീസ് തന്നെയാണ്. എങ്കിലും അതിൽ വെച്ച് ഏറ്റവും കൂടുതൽ സേഫ് ആയിട്ടുള്ള രാജ്യങ്ങളിൽ ഒന്നുകൂടിയാണ് നെതർലൻഡ്. ഏറ്റവും വലിയ ടുലിപ്സ് ഗാർഡനായ കുക്കനോഫിലാണ് വന്നിട്ടുള്ളത്. കുക്കനോഫ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം കിച്ചൺ ഗാർഡൻ എന്നാണ്. അപ്പോൾ ഇത് ലോകത്തിലെ തന്നെ ഏറ്റവും പ്രശസ്തമായ ഗാർഡനായി മാറി. ഇത് 3 ലെയറുകളായിട്ടാണ് ഇത് നട്ടിരിക്കുന്നത്. ഇപ്പോൾ ആദ്യ ലെയർ വന്ന് ഉണങ്ങിപ്പോയി കഴിയുമ്പോഴേക്കും അടുത്ത രണ്ടാമത്തെ ചെടി വളർന്നു വരികയും പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും. അതുപോലെ തന്നെ മണ്ണിനടിയിലായിട്ട് 3 തട്ടുകളിലായിട്ടാണ് നട്ടിരിക്കുന്നത്. ഒരു തവണ പൂ ഉണ്ടായി കഴിഞ്ഞാൽ അത് 2 ആഴ്ച മാത്രമേ നിലനിൽക്കുകയുള്ളൂ. അതിനുശേഷം രണ്ടാമത്തെ ലെയർ വന്ന് അത് അടുത്ത 2 ആഴ്ച കാലം ഉണ്ടാവും. അതേ രീതിയിലാണ് ഈ ഒരു ഗാർഡൻ ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. വർഷങ്ങളായിട്ട് ഇതുപോലെ ഈ ഒരു ഗാർഡൻ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇതുപോലെ പല കളറിലുള്ള വ്യത്യസ്ത ഇനം പൂക്കളാണ് ധാരാളമായിട്ടുള്ളത്. പ്രത്യേകിച്ചും ടുലിപ്സ് ആണ് ഏറ്റവും പ്രധാന ആകർഷണം. ലോകത്തിൽ മറ്റെങ്ങും നമുക്ക് കാണാൻ പറ്റാത്ത അതേ രീതിയിലാണ് ഇതിവിടെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളതും. എല്ലായിടത്തും പൂക്കൾ മാത്രമുള്ള ആ ഒരു വിസ്മയ കാഴ്ചയാണ് നമ്മളിവിടെ വരുമ്പോൾ കാണാൻ പറ്റുക. ലോകത്തിൽ മറ്റെങ്ങും നമുക്ക് കാണാൻ പറ്റാത്ത ആ ഒരു മനോഹരമായ അറ്റ്മോസ്ഫിയറാണ് ഇവിടെ വരുമ്പോൾ നമുക്ക് കിട്ടുന്നത്.
ചരിത്രത്തിൽ ആദ്യമായി 2020-21 കാലഘട്ടത്തിലാണ് ഈ ഗാർഡൻ ക്ലോസ് ചെയ്തത്. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ മില്യൺസ് ഓഫ് ഡോളേഴ്സാണ് അന്ന് ഗവൺമെന്റിന് നഷ്ടമായത്. രാജ്യം ലോക്ക്ഡൌണിലോട്ടായതോടെ സഞ്ചാരികൾ എത്താതെ ഏക്കർ കണക്കിന് ഗാർഡനുകളിൽ പൂക്കൾ മാത്രമായി നിന്നു. ഇത് വാർത്തകളിലെല്ലാം ഇടം നേടുകയും ചെയ്തു. വെറും 8 ആഴ്ച കാലത്തേക്ക് വേണ്ടി 1 വർഷം മുഴുവൻ ജോലി ചെയ്യുന്ന രീതിയാണ് ഈ ഒരു ഗാർഡനിൽ സ്വീകരിച്ചിട്ടുള്ളത്. നമ്മളിപ്പോൾ വന്നപ്പോൾ ഇപ്പം നെതർലൻഡിൽ തന്നെ താമസിക്കുന്ന മലയാളികളെ നമുക്ക് കാണാൻ പറ്റി. ഇപ്പോൾ പേരെന്തായിരുന്നു? സെബാസ്റ്റ്യൻ. ഒത്തിരി കാലം ഇവിടെ താമസിക്കാനായിട്ട്? ഒരു 7 വർഷം. അപ്പോൾ ഇതെങ്ങനെയുണ്ട്? നമ്മളിവിടെ എല്ലാ വർഷം വരാറുണ്ടോ? എല്ലാ വർഷവും വരല്ലെങ്കിലും ഫ്രണ്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വരും. ഞാനിപ്പോൾ ഇവിടെ വിസിറ്റ് ചെയ്തിട്ട് ഇപ്പോൾ ഒരു 6 വർഷമായി. ഓക്കെ. ഇപ്പോൾ ഇവിടെ ജോലി ചെയ്യണോ? അതോ ഞാൻ ഫ്രീ സ്റ്റാർ. ഫ്രീ സ്റ്റാർ. വെരി ഗുഡ്. അപ്പോൾ ഇപ്പോൾ എങ്ങനെയുണ്ട്? മലയാളികളൊക്കെ ഇങ്ങോട്ട് കൂടുതൽ വരുന്നുണ്ടോ നെതർലൻഡിലോട്ട്? ശരിക്കും പറഞ്ഞാൽ പ്രധാനപ്പെട്ട സിറ്റികളിലൊക്കെ കൂടുതലായിട്ട് വരുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ആംസ്റ്റർഡാം, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ക്യൂക്കൻഹോഫ്, ഹീറ്റോറൻ, അങ്ങനെ സ്ഥലമൊക്കെ ഉണ്ട് ഇവിടെ. അതൊക്കെ ഇഷ്ടംപോലെ ആളുകൾ മലയാളികൾ വരുന്നുണ്ടല്ലേ? ഇപ്പോൾ യൂറോപ്പിൽ തന്നെ ഏറ്റവും കൂടുതൽ ജോലി സാധ്യതകളൊക്കെ ഉള്ള ഒരു സ്ഥലമാണ് നെതർലൻഡ് എന്ന് പലരും പറയാറുണ്ട്. നമ്മളിപ്പോൾ ഇങ്ങോട്ട് മലയാളികളൊക്കെ നമുക്ക് വരാൻ പറ്റുള്ളൂ? എൻ്റെ ഒരു അനുഭവത്തിൽ ഞാൻ അധികം പേരെ കണ്ടില്ല. കാരണം ഇവർ മെയിനായിട്ടും ഇങ്ങനെ ലാംഗ്വേജ് പ്രിഫർ ചെയ്യുന്നുണ്ട്. കാരണം വർക്ക് വിസ കിട്ടണമെങ്കിൽ ഇവർക്ക് ലാംഗ്വേജ് നമ്മൾ ഇന്ത്യയിൽ നിന്ന് തന്നെ ഒരു സാധനം പാസ്സാകണം. ഏത് ലാംഗ്വേജ് ആണ് ഇവിടെ മെയിനായിട്ട്? ഡച്ചാണ്, ഡച്ച് ഭാഷ. ഓക്കെ. അപ്പോൾ ഡച്ച് നമുക്കറിയാമെങ്കിൽ ഹൈ ലെവൽ ഓഫ് ഡച്ച് ലാംഗ്വേജ് ഉണ്ടെങ്കിൽ നമുക്ക് ഒത്തിരി സാധ്യതയുള്ള സ്ഥലമാണ്. ഒപ്പം ജീവിക്കാൻ ഒരുപക്ഷെ യൂറോപ്പിലെ ഏറ്റവും നല്ല ഒരു സ്ഥലമാണ് നെതർലാൻഡ്സ്. ഓക്കെ. നമുക്ക് ഇവിടെ വന്നപ്പോൾ നമുക്ക് ആ സന്തോഷം നമുക്കിവിടെ കാണാൻ പറ്റും. ഇപ്പോൾ എല്ലായിടത്തും ഇതുപോലെ ധാരാളം പൂക്കൾ, അതുപോലെ ലോകത്തിലെ പല ഭാഗങ്ങളിൽ നിന്ന് ധാരാളം സഞ്ചാരികൾ എത്തുന്നു. അപ്പോൾ ഇത്രയും കാലം ഇവിടെ താമസിച്ചപ്പോൾ ആ ഒരു അനുഭവം എങ്ങനെയാണ്? നമുക്ക് വെൽക്കമിങ് ആണോ? അതുപോലെ ഇവർ വളരെ വെൽക്കമിങ് ആണ്, ഫ്രണ്ട്ലിയാണ്. വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ളതാണ് നെതർലാൻഡ്സ്. അപ്പോൾ ഇവർക്ക് ഇപ്പോൾ ഈ ദിവസങ്ങളിൽ തന്നെ അവർക്ക് അനുഭവപ്പെട്ട് കഴിഞ്ഞു. കാരണം എത്രമാത്രം അവർ വെൽക്കം ചെയ്യുന്നു, ഇവർക്ക് ഓൾറെഡി അനുഭവങ്ങളാണ്. നമുക്കിപ്പോൾ എവിടെയെങ്കിലും പോകാൻ പറ്റുന്ന ആ ഒരു സെക്യൂരിറ്റി ഇപ്പോൾ ഇവിടെ നമ്മൾ വന്നപ്പോൾ യാത്ര ചെയ്തപ്പോഴൊക്കെ അത് മനസ്സിലായി. ഇപ്പോൾ സീറ്റ് ബെൽറ്റ് ആണെങ്കിൽ പോലും എല്ലാവരും വീട്ടിൽ നിങ്ങളത് പോലീസ് സീക്ക് ചെയ്ത ആ ഒരു സുരക്ഷ ഉറപ്പാക്കുന്ന രീതിയിൽ നിയമം കർശനമായിട്ട് അനുസരിക്കും. അപ്പോൾ എല്ലാം ക്ലീൻ ആയിട്ടാണ് ഇവിടെ എല്ലാം മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നത്. ഇതിപ്പോൾ ഏക്കർ കണക്കിന് പൂക്കളാണ്. ശരിക്കും നെതർലാൻഡ്സ് ഒരു പാർക്ക് പോലത്തെ ഒരു രാജ്യം. വളരെ ബ്യൂട്ടിഫുൾ ആണ്. ശരിക്കും പറഞ്ഞാൽ സിറ്റീസിൽ നിന്ന് മാറി ഗ്രാമങ്ങളിലേക്ക് പോകണം. അപ്പോഴാണ് ശരിക്കും നെതർലാൻഡ്സിന്റെ ബ്യൂട്ടി അറിയാം. ഞാൻ ഒരു ഗ്രാമത്തിലാണ് താമസിക്കുന്നത്. അപ്പോൾ ഇവിടെ വരുന്നതിന് മുമ്പ് എവിടെയായിരുന്നു? നാട്ടിൽ തന്നെ, കേരളത്തിൽ തന്നെയായിരുന്നു അല്ലേ? അപ്പോൾ ഇവിടെ സെറ്റിലായി. മലയാളികളൊക്കെ ആയിട്ട് ഇഷ്ടംപോലെ കാണാറുണ്ടല്ലേ? മലയാളികൾ വളരെ കുറവാണ്. ആരുമില്ല, എൻ്റെ അടുത്ത് ആരുമില്ല മലയാളികളായിട്ട്. അങ്ങനെ വളരെ കുറവാണ്. കാരണം ഇവിടെ ജോലിക്ക് ഉണ്ടെങ്കിൽ തന്നെ അവർ ആംസ്റ്റർഡാം അങ്ങനെയുള്ള വലിയ സ്ഥലങ്ങളിലായിരുന്നു. ഞാൻ ഗ്രാമത്തിലായിരുന്നു. ഓക്കെ. അപ്പോൾ ഇവിടെ ശരിക്കും പറഞ്ഞാൽ നല്ല വെൽക്കമിങ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് നെതർലൻഡ്. ഇപ്പോൾ നമ്മൾ നെതർലൻഡിൽ ആദ്യമായിട്ടാണ് വന്നത്. ഇപ്പോൾ ഇവരൊക്കെ കാണാൻ പറ്റും. ലാംഗ്വേജ് അറിയാമെങ്കിൽ ഏറ്റവും അഡ്വാൻറ്റേജ്. ഓക്കെ. നമുക്ക് ഇപ്പോൾ ഇതുപോലെയുള്ള പല ടൈപ്പ് പൂക്കളാണ് ഇവിടെ ഉള്ളത്. അപ്പം പിള്ളേരൊക്കെ ഇവിടെ നിങ്ങൾ വന്നാണോ? അത് ഇവിടെ വന്നോ? ഞങ്ങൾ ബാംഗ്ലൂരിൽ നിന്ന് വന്നാണ്. ഓക്കെ. ബാംഗ്ലൂർ എന്താണ് ചെയ്യുന്നത്? ഞാൻ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ SBI SBI വർക്ക് ചെയ്യുന്നു. ഓക്കെ. എങ്ങനെയുണ്ട്? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഇവിടെ വന്നിട്ട്? സൂപ്പർ. എത്ര നാളായി നിങ്ങളിവിടെ വന്നിട്ട് ശരിക്കും? നമുക്ക് ഇതുപോലെ യാത്ര ഇഷ്ടപ്പെടുന്ന ധാരാളം മലയാളികളുണ്ട്. നമ്മൾ അവരെ ഇവിടെ വെച്ച് കാണാറുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ വന്ന് ഇപ്പോൾ നല്ലൊരു പ്ലസന്റ് ആയിട്ടുള്ള ക്ലൈമറ്റ് ആണ്. 20-22 കാലാവസ്ഥയാണ്. തിരിച്ചു പോകാൻ തോന്നൂല, അത്രയ്ക്കും ബ്യൂട്ടിഫുൾ ആണ്. നമ്മൾ കിലോമീറ്ററുകളോളം 15 കിലോമീറ്ററോളം നടക്കാവുന്ന രീതിയിൽ അത്രയ്ക്ക് അനേക ഹെക്ടർ ലാൻഡാണ് നമുക്കിവിടെ ഉള്ളത്. അപ്പോൾ ഇത്രയും സ്ഥലം മുഴുവൻ ഇതുപോലെ ധാരാളം ഫ്ലവേഴ്സ് ഉള്ള ഒരു ഏരിയ കൂടിയാണ് നെതർലൻഡിൽ നമ്മൾ വരികയാണെങ്കിൽ. ഇപ്പോൾ നമുക്ക് എല്ലായിടത്തും കാണാം ധാരാളം പേര് ഇതുപോലെ. ഇപ്പം നല്ല വെതർ കൂടി ആയതുകൊണ്ട് ടൂറിസ്റ്റുകളുടെ എണ്ണമൊക്കെ വളരെയധികം കൂടിയിരിക്കുന്നു. നല്ല തിരക്കാണിന്ന്. കാരണം ഇനി 2 ആഴ്ച കൂടി മാത്രമേ ഉള്ളൂ ഈ ഒരു ഗാർഡൻ ഇവിടെ ക്ലോസ് ചെയ്യാനായിട്ട്. ആ ഒരു സമയത്തിനുള്ളിൽ തന്നെ ഇത് കാണുന്നതിന് വേണ്ടിയാണ് ധാരാളം പേര് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കിവിടെ കാണാം കുട്ടികളും പ്രായമായവരും എല്ലാവരും, എല്ലാ കാറ്റഗറിയിലുള്ള ആളുകളും ധാരാളമുണ്ട്. അപ്പോൾ വഴികളാണെങ്കിലും നമുക്ക് ഇതുപോലെ ഗാർഡൻ്റെ സൈഡിലൂടെ നടന്ന് ഇത് കാണാൻ പറ്റുന്ന രീതിയിലാണ് ഇത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. വളരെ വിശാലമായ ഏരിയയാണ്. അത് ഈ ഒരു പൂക്കൾ മാത്രമല്ല ഇവിടെയുള്ളത്, അതിനോടനുബന്ധിച്ച് തന്നെ ഇപ്പോൾ നമ്മൾ മൈസൂർ ഗാർഡനിലൊക്കെ പോവുകയാണെങ്കിൽ എങ്ങനെയാണോ അതേപോലെ തന്നെ ഇവിടെ വെള്ളച്ചാട്ടങ്ങൾ അറേഞ്ച് ചെയ്തിരിക്കുന്നു. എല്ലായിടത്തും ഇതുപോലെ പുൽത്തകിടികളും നമുക്കിവിടെ ഇരുന്ന് ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സൗകര്യങ്ങളെല്ലാമാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. പല പല കളറിലുള്ളത് ഓരോ സ്ഥലങ്ങളിലായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതുകൂടാതെ മിക്സഡ് ആയിട്ട് ഇതുപോലെ പൂക്കൾ ധാരാളം നട്ടിട്ടുണ്ട്. ഇത് പല ലെയറുകളായി നട്ടിട്ടുള്ളത് കൊണ്ട് തന്നെ ഇപ്പോൾ 2 ആഴ്ചക്കാലം മാത്രം ഒരു ഫ്ലവർ ജീവിക്കുകയുള്ളൂ. 2 ആഴ്ച കഴിയുമ്പോഴേക്കും ആ ഫ്ലവർ കൊഴിഞ്ഞു പോകും. അത് കഴിയുമ്പോഴേക്കും അടുത്ത ലെയർ മുളച്ച് വരുന്ന രീതിയിലാണ് ഇതെല്ലാം അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഓരോ കളർ വ്യത്യസ്തമായ രീതിയിൽ നട്ടിരിക്കുന്നു. അതേപോലെ തന്നെ ഇവിടെ മിക്സഡ് ആയിട്ടാണ് നട്ടിട്ടുള്ളത്. ഇപ്പോൾ വൈറ്റ് കളറും പർപ്പിളും അതുകൂടാതെ യെല്ലോ കളറും എല്ലാം കൂടി മിക്സ് ചെയ്ത് നട്ടിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ പല രീതിയിലാണ് ഇവിടെ ഈ ഗാർഡൻ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അത് പല ഡിസൈനുകളിൽ സ്ട്രക്ചറുകളിലായിട്ടാണ് ആ
ഒരു ആർക്കിടെക്ട് പ്ലാൻ നമുക്ക് കാണാൻ പറ്റുക. ഈ സീസൺ കഴിഞ്ഞാൽ ഉടൻ തന്നെ ഈ ചെടികൾ മുഴുവൻ പറിച്ചു മാറ്റും. അതിനുശേഷം മണ്ണിളക്കി പുതിയ ചെടി നടുന്ന രീതിയാണ് ഇവിടെ സ്വീകരിച്ചിട്ടുള്ളത്. ഇത് പറിക്കാതെ അടുത്ത വർഷം വീണ്ടും പൂക്കൾ ഉണ്ടാവുകയാണെങ്കിൽ പൂക്കളുടെ വലിപ്പം കുറയും. അതുകൊണ്ട് ഇതെല്ലാം പറിച്ച് കമ്പോസ്റ്റ് ആക്കി മാറ്റുകയാണ് ചെയ്യുക. ഇതുപോലെ ഫ്ലവേഴ്സ് മാത്രമല്ല, ഇപ്പോൾ ചെറിയ ഇതുപോലുള്ള ഫൗണ്ടൻസും ഇതിനിടയിലായിട്ടുണ്ട്. അതുകൂടാതെ നല്ല രീതിയിൽ പുൽത്തകിടി എല്ലാം മെയിൻറ്റെയിൻ ചെയ്ത് അതിന് നടുവിലായിട്ടാണ് ഇതുപോലെ ധാരാളം ഫ്ലവേഴ്സ് ഒക്കെ നട്ടിരിക്കുന്നത്. ഇത്രയധികം വെറൈറ്റി ഫ്ലവേഴ്സ് കാണണമെങ്കിൽ, ടുലിപ്സ് കാണണമെങ്കിൽ തീർച്ചയായിട്ടും ആംസ്റ്റർഡാമിലെ കോക്കനട്ട് ഗാർഡനിൽ തന്നെ വരണം. ഇതേപോലെ ഏക്കർ കിടക്കുന്ന സ്ഥലത്താണ് ഈ ഒരു ഗാർഡൻ ഒരുക്കിയിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെ കാണാൻ താമരക്കുളമൊക്കെ ഉണ്ട്. പ്രകൃതിയോട് ഇണങ്ങിയുള്ള ഒരു ഗാർഡനാണ് നമ്മളിവിടെ വരുമ്പോൾ നമുക്ക് ആസ്വദിക്കാനായിട്ട് പറ്റുക. ഇപ്പോൾ വിമാനത്തിൽ വരുമ്പോൾ തന്നെ നമുക്ക് കാണാം ഈ ഒരു ടുലിപ്സ് ഗാർഡൻ. ഇപ്പോൾ ഇതുപോലെ ഏക്കർ കണക്കിന് ടുലിപ്സ് നട്ടിരിക്കുന്നത് നമുക്കിവിടെ കാണാം. വളരെ കളർഫുള്ളായിട്ടുള്ള പാടങ്ങളാണ് ഇവിടെ എല്ലായിടത്തും ഉള്ളത്. അതിനടുത്ത് പോകുമ്പോഴാണ് നമുക്ക് പൂക്കളെ നമുക്ക് അടുത്ത് കാണാൻ പറ്റുക. ദൂരെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ഇതേപോലെയുള്ള ഒരു കളർഫുള്ളായ ഗാർഡൻ മാത്രമാണ് കാണാൻ പറ്റുകയുള്ളൂ. ഇതുപോലെ ഏക്കർ കണക്കിന്, കിലോമീറ്റർ കണക്കിന് ദൂരത്തിലാണ് ഈ ഒരു ഗാർഡൻ ഇവിടെയുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഗാർഡനായിട്ട് ഇത് മാറുന്നത്. ഒക്ടോബറിൽ ചെടികൾ നട്ടാലാണ് മാർച്ച് അവസാനമാകുമ്പോഴേക്കും നിറയെ പൂക്കളുണ്ടാവുക. ഇതേപോലെ പല കളറിലുള്ള ഡിസൈനായി ചെടികൾ നടുന്നതിന് മെഷീനുകളൊന്നും ഉപയോഗിക്കുന്നില്ല. എല്ലാം കൈകൾ കൊണ്ട് നടുന്ന രീതിയാണ് ഇവിടെ സ്വീകരിച്ചിട്ടുള്ളത്. ഇത്രയധികം ഏക്കർ കണക്കിന് സ്ഥലത്ത് പൂക്കൾ നടുന്നതിന് വേണ്ടി ധാരാളം ജോലിക്കാരാണ് ഇവിടെയുള്ളത്. ഇത് മിക്സ് ചെയ്തിരിക്കുന്ന ഗാർഡനാണ്. ഇത് പിങ്ക്, ചുവപ്പ്, യെല്ലോ, റെഡ് എല്ലാ കളറും ചേർന്ന ടുലിപ്സ് എല്ലാം കൂടി അത് മിക്സായി നട്ടിരിക്കുന്നു. ഇതേപോലെ തന്നെ പല കളറിലുള്ള ടുലിപ്സ് ചെടികളെല്ലാം മിക്സ് ചെയ്ത് നട്ടിരിക്കുകയാണ്. ചുവപ്പ്, യെല്ലോ, റെഡ്, പർപ്പിൾ എല്ലാ കളറിലുള്ള പൂക്കളെല്ലാം ചെടികളെല്ലാം മിക്സ് ചെയ്ത് നട്ടിരിക്കുന്നു. ഇപ്പോൾ ആ സൈഡിൽ നമുക്ക് കാണാം ഏറ്റവും വലുപ്പത്തിലുള്ള പൂക്കളാണ് ഈ കാണുന്നത്. ഈ യെല്ലോ കളറിലുള്ളതാണ് ഏറ്റവും കൂടുതലായിട്ട് ഏറ്റവും വലുപ്പത്തിലുള്ള പൂക്കൾ നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റുക. ബാക്കിയെല്ലാം താമരപ്പൂക്കൾ പോലെയുള്ള ടുലിപ്സ് ഉണ്ട്. ഇതുപോലെ 800 വെറൈറ്റി ടുലിപ്സ് പൂക്കൾ നമുക്ക് കാണാൻ പറ്റുന്ന ഗാർഡനാണ് കൊക്കനോഫ് ഗാർഡനിൽ നമ്മൾ വരുവാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റുക. ഇപ്പോൾ നമുക്ക് കാണാം ഈ ഒരു തിരക്ക് തന്നെയാണ് നമുക്ക് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത തോന്നുന്നത്. ഇനിയിപ്പോൾ ഈ ഒരു സമയം ഇത് ക്ലോസ് ചെയ്യാറാകുമ്പോഴേക്കും തിരക്ക് കൂടി വരും. ഇനി 2 ആഴ്ച കാലത്തിനുള്ളിൽ തന്നെ പരമാവധി രാജ്യങ്ങളിൽ നിന്നുള്ളവർ ഈ ഒരു ഗാർഡൻ വിസിറ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ് വന്നിട്ടുള്ളത്. ജസ്റ്റ് പൂക്കൾ മാത്രം കാണുന്നതിലപ്പുറത്ത് ഇതേപോലെ ധാരാളം മറ്റു കാഴ്ചകളുമുണ്ട്. ഇതുപോലെ ആടുകളെ ഇവിടെ കണ്ടു. കറുത്ത നിറത്തിലുള്ള ആടുകളെയാണ് ഇവിടെ കാണാൻ കഴിഞ്ഞത്. ഒരു ഫോറസ്റ്റിന്റെ ഉള്ളിൽ വന്ന ഒരു അനുഭവമാണ് നമുക്ക് ഇവിടെ വരുമ്പോൾ ലഭിക്കുക. ധാരാളം മരങ്ങൾ, ചെറിയ അരുവികൾ, അതെല്ലാം കൂടി ചേർന്ന് നിറയെ പുൽത്തകിടികളെല്ലാം ചേർന്ന അതിമനോഹരമായ സ്ഥലം. അതും ഏക്കർ കണക്കിന് സ്ഥലത്ത് നമുക്ക് നടക്കാൻ പറ്റുന്ന, എൻജോയ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു അന്തരീക്ഷമാണ് ഇവിടെ പൊതുവെ ഒരുക്കിയിട്ടുള്ളതും. യൂറോപ്പിലെ ഏതൊരു ടൂറിസ്റ്റ് സെൻറ്ററിൽ നമ്മൾ പോയാലും അവിടെ എല്ലാ ഫെസിലിറ്റീസും ഉണ്ടാകും. ട്രാൻസ്പോർട്ടേഷൻ മാത്രമല്ല, നമ്മളതിനുള്ളിൽ കയറിയാൽ നമുക്ക് റെസ്റ്റോറൻറ്റുകൾ, ടോയ്ലറ്റ് ഫെസിലിറ്റീസ്, ബാക്കി എല്ലാ സൗകര്യങ്ങളും അവിടെ ഒരുക്കിയിട്ടുണ്ട്. നമ്മുടെ നാട്ടിലാണെങ്കിൽ പല ടൂറിസ്റ്റ് സെൻറ്ററുകളിലും എത്തിക്കഴിഞ്ഞാൽ അവിടെ ആവശ്യത്തിന് സൗകര്യങ്ങൾ പലപ്പോഴും ഉണ്ടാകാറില്ല. ഉണ്ടെങ്കിൽ തന്നെ അതിന് നിലവാരവും വളരെ കുറവായിരിക്കും. ഇൻ്റർനാഷണൽ ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്നതിന് വേണ്ടി തീർച്ചയായിട്ടും എല്ലാ സൗകര്യങ്ങളും അവർക്ക് നൽകുകയാണെങ്കിൽ ധാരാളം ടൂറിസ്റ്റുകളായിരിക്കും പല രാജ്യങ്ങളിൽ നിന്നും എത്തുക. വളരെ വ്യത്യസ്തമായ ഒരു വെറൈറ്റി പൂക്കളാണിത്. താമരപ്പൂക്കളുടെ ഒരു ഷേപ്പുള്ള വളരെ വലിപ്പം കൂടിയ പൂക്കളാണിത്. അധികം വെയിൽ നേരിട്ടടിക്കാത്ത രീതിയിലാണ് ഈ ചെടികളൊക്കെ നട്ടിട്ടുള്ളത്. നല്ല കളർഫുള്ളായ രീതിയിൽ ഇത് വളരുന്നതിന് പ്രധാന കാരണം ഈ ഒരു തണുത്ത ക്ലൈമറ്റ് തന്നെയാണ്. സമ്മർ സമയത്ത് മാത്രമാണ് ഈ ചൂടുള്ളൂ. അല്ലാത്ത സമയത്തൊക്കെ നല്ല കൂൾ വെതറാണ് ഈ പ്രദേശത്തെല്ലാം ഉള്ളത്. ഇത്തരമൊരു കാലാവസ്ഥയിൽ തന്നെയാണ് ഏറ്റവും കളർഫുള്ളായിട്ടുള്ള ചെടികൾ ഉണ്ടാവുക. ഊട്ടിയിലോ കാശ്മീരിലോ ഡാർജിലിംഗിലോ ഒക്കെ നമ്മൾ പോവുകയാണെങ്കിൽ ഇതുപോലെ ധാരാളം കളർഫുള്ളായിട്ടുള്ള പൂക്കൾ അവിടെ കാണാം. എന്നാൽ അതിൻ്റെ തൈകൾ വാങ്ങി നമ്മൾ കേരളത്തിൽ കൊണ്ടുവന്ന് നടുകയാണെങ്കിൽ ഈ ഒരു കളർ നമുക്ക് ലഭിക്കില്ല. കളറിന് ഏറ്റവും പ്രധാനമായി ക്ലൈമറ്റ് തന്നെയാണ് ആവശ്യം. ഏറ്റവും നല്ല തണുപ്പുള്ള ക്ലൈമറ്റിലാണ് കൂടുതൽ കളർഫുള്ളായിട്ടുള്ള പൂക്കൾ ഉണ്ടാവുക. ഇപ്പോൾ ലണ്ടനിലോ UK-യിലോ മറ്റു പ്രദേശങ്ങളിലോ ഒക്കെ ആണെങ്കിൽ ഇതേപോലെ ധാരാളം പൂക്കൾ നമുക്ക് വ്യത്യസ്ത കളറുകളിലുള്ളത് ഇവിടെ ഉണ്ടാകും. എന്നാൽ ഇതിൻ്റെ തൈ നമ്മൾ നാട്ടിൽ കൊണ്ടുപോയി നടുകയാണെങ്കിൽ തീരെ കളർ ഉണ്ടാവുകയുമില്ല. സാധാരണ ടൂറിസ്റ്റ് സെൻറ്ററുകളൊക്കെ ഒരു തവണ മാത്രമാണ് ലോകസഞ്ചാരികളൊക്കെ വിസിറ്റ് ചെയ്യാറുള്ളൂവെങ്കിൽ ക്വിക്കനോഫ് ഗാർഡൻ്റെ കാര്യത്തിൽ വളരെ വ്യത്യസ്തമാണ്. ഒന്നിലധികം തവണ വിസിറ്റ് ചെയ്യുന്നവരുടെ എണ്ണവും ഓരോ വർഷവും കൂടുകയാണ്. ഇത്രയധികം മനോഹരമായ ഗാർഡൻ ആയതുകൊണ്ട് തന്നെ കൂടുതൽ തവണ വിസിറ്റ് ചെയ്യുന്നവരുടെ എണ്ണവും ഓരോ വർഷവും വർദ്ധിക്കുകയാണ്.
8 ആഴ്ചയ്ക്കുള്ളിൽ 10 ലക്ഷത്തോളം പേർ വിസിറ്റ് ചെയ്യുന്ന ഗാർഡൻ കൂടിയാണിത്. ഈ ഗാർഡനിൽ ഒരു സ്ഥലത്തും നമുക്ക് വാടിയ പൂക്കളൊന്നും കാണാനാകില്ല. അവ അപ്പോൾ തന്നെ പറിച്ചു മാറ്റി പുതിയവ നടുകയാണ് ചെയ്യുക. ധാരാളം ജോലിക്കാരെ നമുക്കിതുപോലെ ഇവിടെ കാണാം. പുതിയ ചെടികൾ നടുകയാണവർ. അടുത്ത 2 ആഴ്ച കഴിയുമ്പോഴേക്കും പൂക്കളുണ്ടാകുന്നതിന് വേണ്ടി ഇതേപോലെ നഴ്സറികളിൽ നിന്നും കൊണ്ടുവന്ന ചെടികൾ നടുകയാണിപ്പോൾ. ഈ പൂന്തോട്ടത്തിൻ്റെ എല്ലാ സ്ഥലങ്ങളിലും തന്നെ ഇതേപോലെ റിലാക്സ് ചെയ്യാനും വിശ്രമിക്കാനും പറ്റിയ ധാരാളം സ്ഥലങ്ങളുണ്ട്. അവിടെയെല്ലാം ഇതുപോലുള്ള ചെറിയ സെൻറ്ററുകളും നമുക്ക് കാണാം. പൂക്കൾ വാങ്ങാനുള്ള അവസരമുണ്ട്. ഇത് പൂക്കളെല്ലാം കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഏരിയയാണിത്. ഇപ്പോൾ ധാരാളം പല വെറൈറ്റിയുള്ള പൂക്കൾ ധാരാളമായിട്ട് ഇവിടെയുണ്ട്. വലിയൊരു ഒരു ബിൽഡിംഗ് ആണ്, അതൊരു പവലിയനാണ്. ഇപ്പോൾ ഇവിടെ നമുക്ക് പൂക്കൾ കാണാനും ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ പൂക്കൾ വാങ്ങാനുള്ള സൗകര്യം കൂടിയാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. എല്ലാം ഒറിജിനൽ ഫ്ലവേഴ്സാണ് മുഴുവൻ. പ്ലാസ്റ്റിക് പൂക്കളാണെന്ന് നമുക്ക് തോന്നുള്ളൂ കാണുമ്പോൾ. ഇതെല്ലാം പല വെറൈറ്റിയുള്ള ടുലിപ്സ് പൂക്കൾ. ടുലിപ്സ് മാത്രമല്ല, പല വെറൈറ്റി പൂക്കൾ ഇവിടെ ധാരാളമായിട്ടുണ്ട്. ഈ പൂക്കളൊക്കെ കണ്ടാൽ ശരിക്കും ആർട്ടിഫിഷ്യൽ ആണെന്ന് മാത്രമേ നമുക്ക് തോന്നുള്ളൂ. പക്ഷേ ടച്ച് ചെയ്ത് കഴിയുമ്പോഴാണ് ഇത് ഒറിജിനൽ പൂക്കളാണെന്ന് മനസ്സിലാവുക. ഇതേപോലെ വളരെ വ്യത്യസ്തമായ ഇതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് പലപ്പോഴും ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള പൂക്കൾ ചൈനയിലൊക്കെ നിർമ്മിക്കുക. അതാണ് പലപ്പോഴും നമുക്ക് മാർക്കറ്റിലൊക്കെ കാണാൻ പറ്റുക. എന്നാൽ അതിൻ്റെ എല്ലാത്തിൻ്റെയും ഒറിജിനൽ കാണണമെങ്കിൽ ആംസ്റ്റർഡാമിൽ വരികയാണെങ്കിൽ നമുക്ക് അതിൻ്റെ എല്ലാം ഒറിജിനൽ നമുക്ക് കാണാം. അപ്പോൾ വളരെ വ്യത്യസ്തമായി ഇപ്പോൾ ഈ റോസ് ഫ്ലവേഴ്സൊക്കെ ആണെങ്കിലും വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള റോസ് ഫ്ലവേഴ്സാണ് ഇവിടെ എല്ലാം ഉള്ളത്. 100-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള സഞ്ചാരികൾ ഓരോ വർഷവും ഈ ഗാർഡൻ വിസിറ്റ് ചെയ്യുന്നതായി കണക്കുകൾ സൂചിപ്പിക്കുന്നു. അതുമാത്രമല്ല, ഓരോ വർഷവും വ്യത്യസ്ത തീമുകളാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. സെയിം ഗാർഡനുകളല്ല അടുത്ത വർഷം ഉണ്ടാവുക. കംപ്ലീറ്റ്ലി ചേഞ്ച് ചെയ്ത് പുതിയ ഡിസൈനുകളാണ് ഓരോ വർഷവും നൽകുക. അതുകൊണ്ട് തന്നെ വീണ്ടും വിസിറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് വ്യത്യസ്തമായ ഒരു അനുഭവം തന്നെയായിരിക്കും നൽകുക. ഇവിടെ ധാരാളം ഫുൾ ടൈം ജോലിക്കാരാണ് ഈ ഗാർഡൻ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയുള്ളത്. വർഷം മുഴുവൻ അവർ ജോലി ചെയ്യുന്നു. പല പൂക്കൾ മിക്സ് ആയിട്ട് നട്ടിരിക്കുകയാണ്. അതുമാത്രമല്ല, ഒന്നിലധികം കളറുള്ള പൂക്കൾ കൂടിയാണ് ഇപ്പോൾ ഇവിടെയുള്ളത്. പൂക്കൾ മാത്രം കണ്ടുകൊണ്ട് ഒരു ദിവസം ചെലവഴിക്കാൻ പറ്റുന്ന അതിമനോഹരമായ ഒരു പ്രദേശമാണിത്. പുതിയ കളറിലും വെറൈറ്റിയിലുമുള്ള പൂക്കൾ വികസിപ്പിക്കുന്നതിന് സയന്റിസ്റ്റുകളും വലിയ ശ്രമങ്ങളാണ് നടത്തുന്നത്. പലതരത്തിലുള്ള വ്യത്യസ്ത കളറുകളിലുള്ള ഹൈബ്രിഡ് ചെടികൾ വികസിപ്പിച്ചെടുക്കാൻ സയന്റിസ്റ്റുകൾക്ക് കഴിഞ്ഞെങ്കിലും ബ്ലാക്ക് കളറിലുള്ള ചെടി ഇനിയും ഡെവലപ്പ് ചെയ്യാൻ അവർക്കായില്ല. ഡാർക്ക് ബ്രൗൺ വരെയുള്ള കളറുകൾ മാത്രമാണ് അവർക്ക് ഡെവലപ്പ് ചെയ്യാനായുള്ളൂ. എത്ര നന്നായിട്ടാണ് ഇത് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത് നമ്മളിവിടെ വന്നാലാണ് നമുക്ക് മനസ്സിലാവുക. എപ്പോഴും അത്ര നന്നായി പരിചരിച്ചാൽ മാത്രമാണ് നമുക്ക് ഇതേപോലെ നല്ല മനോഹരമായ പൂക്കൾ നമുക്കിവിടെ ഉണ്ടാവുകയുള്ളൂ. ഇപ്പോൾ UK-ലാണെങ്കിലും ടുലിപ്സ് ഗാർഡനുകളുണ്ട്. ഇപ്പോൾ വേറെ രാജ്യങ്ങളിലും യൂറോപ്യൻ രാജ്യങ്ങളിലെല്ലാം ഉണ്ട്. എന്നാൽ ഇപ്പോൾ നെതർലൻഡ് തന്നെയാണ് ഏറ്റവും മുന്നിലുള്ളത്. ഇപ്പോൾ നെതർലൻഡിലെ ടുലിപ്സ് ഗാർഡൻ ലോക പ്രശസ്തവുമാണ്. കാണുന്നതിന് വേണ്ടി വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ളവരെല്ലാം ധാരാളം എത്തുന്ന സമയം കൂടിയാണ്. ഇനിയിപ്പോൾ 2 ആഴ്ച കൂടി കഴിഞ്ഞാൽ ഈ ഗാർഡൻ ഇവിടെ ക്ലോസ് ചെയ്യും. ഇപ്പോൾ ചുരുങ്ങിയ കാലം, കുറച്ച് നാൾ മാത്രമേ ഈ പൂക്കൾ നിലനിൽക്കുകയുള്ളൂ. ആ സമയത്ത് നമുക്കിത് ഇവിടെ വരികയാണെങ്കിൽ ഇതുപോലെ കാണാം. ഇപ്പോൾ കുറഞ്ഞ സമയമായതുകൊണ്ട് തന്നെ ഈ സമയത്ത് ഇങ്ങോട്ട് എത്തുക എന്നുള്ളത് കമ്പാരിറ്റീവ്ലി എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഓരോ സ്ഥലങ്ങൾക്കും അതിൻ്റേതായ പ്രത്യേകതകളുണ്ട്. ഇപ്പോൾ നെതർലൻഡിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഇവിടെ ഏറ്റവും കൂടുതൽ അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു കാര്യം ഇവിടുത്തെ ഈ ഒരു ഗാർഡനാണ്. അതുകൂടാതെ നമുക്ക് കനാലിലൂടെ ബോട്ട് സർവീസിനുള്ള ഓപ്ഷനുകളെല്ലാം ഉണ്ട്. അതേപോലെ വളരെ മനോഹരമായി ടൂറിസത്തിന് വലിയ പ്രാധാന്യം നൽകുന്ന ഒരു രാജ്യം കൂടിയാണിത്. UK-ലൊക്കെ ഉള്ളവരാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഇങ്ങോട്ട് എത്താം. അധികം ദൂരമല്ല. ലണ്ടനിൽ നിന്ന് 1 മണിക്കൂറിൽ താഴെ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ എത്താവുന്നതേ ഉള്ളൂ. എന്നാൽ ട്രെയിനിൽ വേണമെങ്കിലും നമുക്ക് വരാം. 2-3 ദിവസക്കാലം ഇവിടെ ചെലവഴിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു ഓപ്ഷൻ കൂടിയാണ് നെതർലൻഡിൽ വരികയാണെങ്കിൽ. പ്രത്യേകിച്ച് ഈ ഒരു ക്ലൈമറ്റിലാണ് ഏറ്റവും നല്ലത്. April, May സമയത്താണ് വിസിറ്റ് ചെയ്യാൻ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. May 2nd വീക്കോടുകൂടി ഗാർഡൻ ക്ലോസ് ചെയ്യും. ഈ സമയത്ത് നല്ല വെതറുള്ള സമയത്ത് എത്തുക തന്നെയാണ് ഏറ്റവും നല്ലത്. മാർച്ച് 20-ാം തീയതി മുതലാണ് ഈ ഗാർഡൻ ഇവിടെ ഓപ്പൺ ആയിട്ടുള്ളത്. April എൻഡോട് കൂടി വരികയാണ് ഏറ്റവും നല്ലത്. നല്ല പ്ലസൻ്റ് ആയിട്ടുള്ള വെയിലുള്ള ക്ലൈമറ്റിൽ നമ്മൾ വരികയാണെങ്കിൽ ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന, പ്രത്യേകിച്ച് ജാക്കറ്റൊന്നും ഇല്ലാതെ നോർമൽ ഡ്രസ്സിൽ തന്നെ നമുക്ക് നടക്കാൻ പറ്റുന്ന ആ ഒരു ക്ലൈമറ്റാണ് ഇപ്പോൾ ഉള്ളത്. 22 ഡിഗ്രിയാണ് ഇപ്പോഴത്തെ താപനില. അപ്പോൾ നമുക്ക് ഈ ഒരു ക്ലൈമറ്റിൽ വന്ന് കുറച്ച് ദിവസക്കാലം ഇവിടെ ചെലവഴിക്കാനും ബോട്ട് യാത്രയും മറ്റ് സൗകര്യങ്ങളൊക്കെ എൻജോയ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള അവസരങ്ങൾ കൂടിയാണ് നെതർലൻഡിൽ വരികയാണെങ്കിൽ നമുക്ക് ലഭിക്കുക.
ഇപ്പോൾ ടിക്കറ്റ് ചാർജ് ആണെങ്കിൽ അധികമില്ല. ഇപ്പോൾ നമ്മൾ 2 പേര് ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ 102 യൂറോയാണ് നമുക്ക് ആയത്, 2 പേർക്ക് കൂടി പിക്കപ്പ് ചാർജ് ഉൾപ്പെടെ. നമ്മളിപ്പോൾ താമസിക്കുന്നത് പ്രധാന സിറ്റിയിലാണ്, ആംസ്റ്റർഡാമിൻ്റെ പ്രധാന സിറ്റിയിലാണ്. അവിടെ നിന്ന് ഏകദേശം 1 മണിക്കൂറോളം യാത്ര ചെയ്താലാണ് നമുക്ക് ഈ ഒരു ഗാർഡനിൽ എത്താനായി സാധിക്കുക. ഇവിടെയെല്ലാം ധാരാളം ഫീൽഡുകളുണ്ട്, ഇത് നടുന്ന പാടങ്ങളുണ്ട്, മറ്റു സ്ഥലങ്ങളിലോട്ട് പൂക്കൾ എക്സ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയുള്ള കൃഷിയുണ്ട്. അതൊക്കെ നമുക്ക് കാണാം. ഏറ്റവും എല്ലാ വെറൈറ്റീസും നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ കൂടിയാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ഇപ്പോൾ അതിനോടൊപ്പം തന്നെ ഇപ്പോൾ പ്രകൃതിയോട് ഇണങ്ങുന്ന രീതിയിൽ ഇപ്പോൾ ചെറിയ തോടുകൾ നമുക്ക് കാണാം. അതോടൊപ്പം തന്നെ അതിൽ നടക്കുന്നതിന് വേണ്ടി ഇപ്പോൾ നല്ലൊരു ഫോറസ്റ്റിനുള്ളിൽ നമ്മൾ വന്നത് എങ്ങനെയാണോ ആ ഒരു തീമാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളതും. ക്ലിയർ ആയിട്ടുള്ള വെള്ളം ഒഴുകുന്ന ചെറിയ അരുവികൾ, അതിൽ ചെറിയ പാലം, അതിലേക്ക് ഇങ്ങനെ നടക്കാനൊക്കെയാണ് കൂടുതൽ പേര് ഇവിടെ എത്തുക. ഇപ്പോൾ ഈ ഒരു സീസൺ ആയതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ഇപ്പോൾ നെതർലൻഡിൽ ഏറ്റവും കൂടുതൽ തിരക്ക് അനുഭവപ്പെടുന്ന ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ കൂടിയാണ് ഈ ടുലിപ്സ് ഗാർഡൻ. ഈ ടുലിപ്സ് ചെടികളെല്ലാം നട്ടിരിക്കുന്നത് ഇതേപോലുള്ള പുൽത്തകിടികളുടെ നടുക്കായിട്ടാണ്. എന്നാൽ ഈ പുൽത്തകിടികൾ ഇതേപോലുള്ള ഷെയ്ഡ് അറ്റ്മോസ്ഫിയറിൽ വളരുന്ന തരത്തിലുള്ള പ്രത്യേക തരം പുല്ലാണ്. വളരെ മനോഹരമായ പുല്ല്, അതെല്ലാം നന്നായി വെട്ടി നിർത്തിയിരിക്കുന്നു. അതെല്ലാം കൂടിച്ചേരുമ്പോഴുള്ള ആ ഒരു വ്യത്യസ്തമായ ബ്യൂട്ടി തന്നെയാണ് ഈ ഗാർഡന്റെ പ്രത്യേകത. എല്ലാ വർഷവും 8 ആഴ്ചക്കാലം മാത്രം ഓപ്പൺ ചെയ്യുന്ന ഒരു ഗാർഡനാണിതെങ്കിലും ആ ഒരു സമയത്ത് ഉണ്ടാകുന്ന തിരക്ക് വളരെയധികമാണ്. എല്ലാ ദിവസവും ഈ ഒരു ഗാർഡൻ കാണുന്നതിന് വേണ്ടി ആംസ്റ്റർഡാമിലോട്ട് ധാരാളം പേരെത്തുന്നു. അവിടെ നിന്ന് ഗാർഡൻ കാണുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്നു. ഇപ്പോൾ ധാരാളം ട്രിപ്പ് ബസ്സുകൾ ഇങ്ങോട്ടുണ്ട്. അതുകൂടാതെ പബ്ലിക് ട്രാൻസ്പോർട്ടിന് വേണമെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് എത്താനുള്ള സൗകര്യങ്ങളുണ്ട്. പബ്ലിക് ട്രാൻസ്പോർട്ട് വളരെ കോമൺ ആണ് ആംസ്റ്റർഡാമിൽ. ടുലിപ്സ് എന്ന് നമ്മൾ കേൾക്കുമ്പോൾ സാധാരണ 1-2 വെറൈറ്റിയാണ് നമ്മുടെ മനസ്സിൽ ഓർമ്മ വരുമെങ്കിൽ ഇപ്പോൾ റോസ് പൂക്കൾ പോലെയുള്ളതുണ്ട്. അതുകൂടാതെ നമ്മൾ കണ്ടിട്ടില്ലാത്ത വളരെ വ്യത്യസ്തമായ രീതിയിൽ താമരപ്പൂക്കൾ പോലെയുള്ള, അതേപോലെ നിരവധി ഇനമാണ് നമുക്കിവിടെ വരുമ്പോൾ കാണാൻ പറ്റുക. ഇതിപ്പോൾ മഞ്ഞ കളറിലുള്ള റോസ് പൂക്കളോട് സാമ്യമുള്ള പൂക്കളാണ് ഈ കാണുന്നത്. ഇതേപോലെ തന്നെ മറ്റ് പല രീതിയിലുള്ള, ഇപ്പോൾ ഉദാഹരണത്തിന് ഈ ഒരു ചെടി നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് മറ്റൊരു വെറൈറ്റിയാണ്. ഇതേപോലെയാണ് 800-ലധികം പൂക്കൾ ഈ ഒരു ഗാർഡനിൽ ഇവർ സൂക്ഷിച്ചിട്ടുള്ളതും. അതെല്ലാം റിസർച്ചേഴ്സ് എല്ലാം കൂടുതൽ പഠനം നടത്തി കൂടുതൽ വെറൈറ്റീസ് ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് മറ്റു പല രാജ്യങ്ങളിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള പൂക്കൾ കൂടിയാണിത്. 1700-കളിൽ ടർക്കിയിൽ നിന്നാണ് ആദ്യമായി ടുലിപ്സ് ഇവിടെ കൊണ്ടുവരികയും ഇവിടെ കൃഷി ചെയ്യാൻ ആരംഭിച്ചതും. പിന്നീട് അത് വ്യാപകമായി കൃഷി ചെയ്യാൻ ആരംഭിച്ചു. അതിന് പ്രധാന കാരണം ടൂറിസ്റ്റുകളെ അട്രാക്ട് ചെയ്യുക എന്നുള്ളത് തന്നെയായിരുന്നു. നല്ലൊരു തീരുമാനമായിരുന്നു എന്ന് നെതർലൻഡിന് പിന്നീട് മനസ്സിലായി. ടുലിപ്സിന് ഏറ്റവും നന്നായി വളരാൻ പറ്റുന്ന ക്ലൈമറ്റാണിത്, തണുപ്പ് കാലാവസ്ഥയാണ് ഇതിന് വേണ്ടത്. നമ്മുടെ നാട്ടിലൊക്കെ നട്ടു കഴിഞ്ഞാൽ ഇതേപോലെ ഉണ്ടാകില്ല. അപ്പോൾ അതേപോലെ തണുപ്പ് ഇഷ്ടപ്പെടുന്ന, അതേപോലെ തന്നെ ഷെയ്ഡ് ഇഷ്ടപ്പെടുന്ന ഒരു ചെടി കൂടിയാണിത്. 1857 മുതലുള്ള ഒരു ഗാർഡനാണിത്. ഓരോ വർഷവും ഇത് ഇംപ്രൂവ്മെന്റ് വർക്കുകളൊക്കെ ചെയ്ത് കൂടുതൽ മനോഹരമാക്കി മാറ്റുന്നു. വ്യത്യസ്തമായ ടുലിപ്സ് പൂക്കൾക്ക് പുറമെ മറ്റ് പല വെറൈറ്റി പൂക്കളും ഇവിടെ നട്ടിരിക്കുന്നു. ഇന്ന് യൂറോപ്യൻ രാജ്യങ്ങളിലെ ഏറ്റവും മനോഹരമായ ടുലിപ്സ് പൂക്കൾ ഒറിജിനേറ്റ് ചെയ്തത് ഇന്ത്യയിലാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഹിമാലയൻ പർവ്വതനിരകളിലാണ് ഇതുണ്ടായത്. അതിനുശേഷമാണ് പിന്നീട് മറ്റു പ്രദേശങ്ങളിലോട്ട് വ്യാപിച്ചത്. നൂറ്റാണ്ടുകൾക്ക് മുൻപ് ടുലിപ്സ് പൂക്കൾ ഇന്ത്യയിലുണ്ടായിരുന്നു. പിന്നീട് 16-ാം നൂറ്റാണ്ടിൽ മാത്രമാണ് ഇത് ടർക്കി വഴി ഹോളണ്ടിലോട്ടെത്തുന്നത്. പിന്നീട് പല റിസർച്ചുകളുടെ ഭാഗമായി പലതരം ടുലിപ്സ് പൂക്കൾ വികസിപ്പിച്ചെടുത്തു. പല കളറിലുള്ള പല ചെടികളുണ്ടായി. യൂറോപ്യൻ രാജ്യങ്ങളിലോട്ട് മാത്രമല്ല, അമേരിക്ക, കാനഡ, ന്യൂസിലൻഡ് ഉൾപ്പെടെയുള്ള നിരവധി രാജ്യങ്ങളിലോട്ട് ടുലിപ്സ് ചെടികളുടെ വിത്തുകൾ കയറ്റുമതി ചെയ്യുന്ന പ്രധാന രാജ്യമാണ് നെതർലൻഡ്. ഇപ്പോൾ നെതർലൻഡിലോട്ടോ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലോട്ടോ എത്തണമെങ്കിൽ UK-യിൽ താമസിക്കുന്നവരാണെങ്കിൽ ബ്രിട്ടീഷ് പാസ്പോർട്ട് ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് വിസയൊന്നും ആവശ്യമില്ല. ജസ്റ്റ് ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്താൽ മാത്രം മതി. എന്നാൽ ഇന്ത്യൻ പാസ്പോർട്ട് ഹോൾഡേഴ്സ് ആണെങ്കിൽ ഷെങ്കൻ വിസ എടുക്കേണ്ടി വരും. 7 വർഷം മുൻപാണ് ഞാൻ ഇന്ത്യൻ പാസ്പോർട്ട് ക്യാൻസൽ ചെയ്ത് ബ്രിട്ടീഷ് പാസ്പോർട്ട് എടുത്തത്. അതുകൊണ്ടൊരു അഡ്വാൻറ്റേജ്, പല രാജ്യങ്ങളിലും വിസിറ്റ് ചെയ്യുന്നതിന് നമുക്ക് പ്രത്യേകിച്ച് വിസയൊന്നും ആവശ്യമില്ല. അമേരിക്കയിലോ കാനഡയിലോ ഓസ്ട്രേലിയയിലോ ഏത് രാജ്യത്ത് വേണമെങ്കിലും ജസ്റ്റ് ട്രാവൽ ഓതറൈസേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് യാത്ര ചെയ്യാനാകും. പ്രത്യേകിച്ച് മറ്റ് വിസയൊന്നും ആവശ്യമില്ല. ഓൺലൈനിൽ ജസ്റ്റ് ഒരു ഫോം ഫില്ല് ചെയ്താൽ അപ്പോൾ തന്നെ ലഭിക്കുന്നതാണ് ട്രാവൽ ഓതറൈസേഷൻ. യൂറോപ്യൻ രാജ്യങ്ങളിലോട്ട് യാത്ര ചെയ്യുന്നതിന് ട്രാവൽ ഓതറൈസേഷൻ പോലും ആവശ്യമില്ല. ജസ്റ്റ് പാസ്പോർട്ട് മാത്രം മതി. യൂറോപ്യൻ രാജ്യങ്ങളിൽ താമസിക്കുന്നവരുടെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്, ചുറ്റുവട്ടത്തായി നിരവധി രാജ്യങ്ങളുണ്ട്. യൂറോപ്പിൽ ഓരോ സ്ഥലങ്ങളിലും വ്യത്യസ്തമായ കാഴ്ചകളാണ് നമുക്ക് ലഭിക്കുക. പലതരം ലാൻഡ്സ്കേപ്പുകൾ, വ്യത്യസ്തമായ ടുലിപ്സ് ചെടികളെല്ലാം പല രീതിയിൽ മിക്സ് ചെയ്താണ് നട്ടിരിക്കുന്നതും. ഇതേപോലെ തന്നെ ചെറിയ തടാകങ്ങളും അതിൽ നടക്കാനുള്ള സൗകര്യങ്ങളും എല്ലാം ഇവിടെയുണ്ട്. നമ്മളിപ്പോൾ രാവിലെ ഇവിടെ വന്നതാണ്. സമയം പോകുന്നത് അറിയുന്നില്ല. മണിക്കൂറുകൾ നമ്മൾ ഈ ഗാർഡനിൽ സ്പെൻഡ് ചെയ്തു. എത്ര സമയം നമ്മളിവിടെ ചെലവഴിച്ചാലും ഒട്ടും നമുക്ക് മടുപ്പ് അനുഭവപ്പെടാത്ത ഒരു സ്ഥലം കൂടിയാണ് ഈ ഒരു ക്വിക്കനഫ് ഗാർഡൻ. തീർച്ചയായിട്ടും നിങ്ങൾ യൂറോപ്പിൽ താമസിക്കുകയാണെങ്കിൽ, അതല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന് യൂറോപ്പ് കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത മസ്റ്റായും വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലം കൂടിയാണ് ക്വിക്കനഫ് ഗാർഡൻ. ആംസ്റ്റർഡാമിൽ എത്തിക്കഴിഞ്ഞാൽ ഇത്
മാത്രമല്ല ഒരു ഗാർഡൻ ഇവിടെയുള്ളത്, മറ്റ് ധാരാളം പ്രൈവറ്റ് ഗാർഡനുകളും റോഡരികിലായി നമുക്ക് കാണാം. എന്നാൽ അവിടെയൊന്നും നമുക്ക് എൻട്രി ചെയ്യാനോ കാണാനോ ഉള്ള സൗകര്യങ്ങളില്ല. അതെല്ലാം പ്രൈവറ്റായി സൂക്ഷിച്ചിരിക്കുന്ന സ്ഥലങ്ങളാണ്. പൂക്കൾ എക്സ്പോർട്ട് ചെയ്യുന്ന ചെറിയ കമ്പനികളാണവ. അപ്പോൾ നിങ്ങൾക്കും ഈ ഗാർഡൻ വിസിറ്റ് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഈ ഒരു സമയത്തെത്തുക. മാർച്ച് അവസാനം മുതൽ മെയ് സെക്കൻഡ് വീക്ക് വരെ മാത്രമേ ഈ ഗാർഡൻ ഇവിടെയുള്ളൂ. ഈ ഒരു സമയത്തിനുള്ളിൽ വിസിറ്റ് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഏറ്റവും നല്ലൊരു അനുഭവം തന്നെയായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ യൂറോപ്പിലെ മറ്റൊരു സ്ഥലം പരിചയപ്പെടുത്തുന്ന മറ്റൊരു പുതിയ വീഡിയോയുമായി താമസിയാതെ തന്നെ വീണ്ടും കാണാം.